തള്ളുകയാണെന്നോ തള്ളിമറിക്കുകയാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ബോക്സ് ഓഫീസുകളുടെ രാജകുമാരൻ, ബോക്സ് ഓഫീസുകളുടെ രാജാവ് അത് മോഹൻലാൽ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. സമീപകാലത്തെ തിരിച്ചടികൾക്ക് തുടർച്ചയായ ഹിറ്റുകളിലൂടെ മോഹൻലാൽ മറുപടി കൊടുത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി റിലീസ് ചെയ്ത എമ്പുരാൻ, തുടരും എന്നീ സിനിമകൾ പല റെക്കോർഡുകളും മോഹൻലാൽ തന്റെ പേരിലാക്കിയിരിക്കുകയാണ്. കേരളത്തിനോടൊപ്പം തന്നെ ഗൾഫ് നാടുകളിലും ഇരു സിനിമകളും വമ്പൻ കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 45 ദിവസങ്ങൾക്കുള്ളിൽ എമ്പുരാൻ, തുടരും എന്നീ മോഹൻലാൽ സിനിമകൾ മാത്രം ഗൾഫിൽ നിന്ന് 140 കോടി നേടിയതായി ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതൊരു റെക്കോർഡാണ്. മാർച്ച് 27 മോഹൻലാൽ നായകനായ എമ്പുരാൻ റിലീസ് ചെയ്തത്. ഈ ചിത്രം ആഗോളതലത്തിൽ മലയാളത്തിലെ ടോപ്പ് ഗ്രോസറും ഏറ്റവും ബിസിനസ് നേടിയ സിനിമയുമായി മാറി. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ആദ്യ ദിനത്തിൽ 67 കോടിയിലധികം രൂപ നേടി. 48 മണിക്കൂർ പിന്നീട് മുമ്പേ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയായി മാറി. ആദ്യ 5 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ 200 കോടി ക്ലബിലാണ് ഇടം പിടിച്ചത്. 30 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 325 കോടി രൂപയാണ് ആഗോളതലത്തിൽ മൊത്തം ബിസിനസ് എമ്പുരാൻ ഉണ്ടാക്കിയത്. ഏപ്രിൽ 25 തുടരും റിലീസ് ചെയ്തത്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി ഗ്രോസ് കളക്ഷൻ നേടിയതായി അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ആഗോളതലത്തിലാകട്ടെ സിനിമ 200 കോടിയും കടന്നു. മലയാള സിനിമയിലെ ബോക്സ് ഓഫീസുകളുടെ രാജകുമാരൻ അത് മോഹൻലാൽ തന്നെയാണ്. തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ് മോഹൻലാൽ ഫാൻസിന് ഉള്ളത്. മോഹൻലാലിന്റെ സിനിമ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നൽകിയാൽ പിന്നെ തിയേറ്ററുകളിൽ ഫാമിലിയുടെയും മറ്റു പ്രേക്ഷകരുടെയും വരവായിരിക്കും എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും മനോഹരമായ ഒരു ഭാവി മോഹൻലാലിനും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.